ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരളത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മുന്നേറ്റമെന്ന് മന്ത്രി എം ബി രാജേഷ്. കേരളം മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ ശേഖരണത്തിൽ മാത്രമല്ല പുനരുപയോഗത്തിലും കേരളം മാതൃകയാണ്. മാലിന്യമുക്തമായ നവകേരളം സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ ശ്രമഫലമായി സംസ്ഥാനത്തെ 19,489 പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ 19,093 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1027 ശുചിത്വ മികവിലേക്ക് എത്തിയിട്ടുണ്ട്. 939 ഗ്രാമപഞ്ചായത്തുകൾ, 83 മുനിസിപ്പാലിറ്റികൾ, 5 കോർപ്പറേഷനുകൾ എന്നിവയാണ് ഇതുവരെ ശുചിത്വ മികവിലേക്ക് എത്തിയത്. സർക്കാർ നിശ്ചയിച്ച 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് യോഗ്യത നേടുന്നത്. 88,27,270 വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഹരിതകർമ്മസേന മാർച്ച് മാസത്തിലെത്തി അജൈവ മാലിന്യം ശേഖരിച്ചത്. ഹരിതമിത്ര മാപ്പ് ഉപയോഗിക്കാത്ത 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒഴികെയുള്ളവരുടെ കണക്കാണിത്. വാതിൽപ്പണി ശേഖരണത്തിന്റെ കണക്കെടുത്താൽ ഹരിതമിത്ര മാപ്പിലെ കണക്കനുസരിച്ച് 98.5%. മാലിന്യ സംസ്കരണ രംഗത്ത് ഇൻഡോർ മികച്ച മാതൃകയായി പറയുന്നുണ്ടെങ്കിലും അത് ഒരു നഗരത്തിന്റെ മാത്രം വിജയമാണ്. എന്നാൽ രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തമായി ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്നായി കേരളത്തെ പല സംവിധാനങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. എന്നാൽ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളികളിൽ ഒന്നായി കണ്ടിരുന്നത് മാലിന്യ സംസ്കരണമാണ്, അല്ലെങ്കിൽ ശുചിത്വ കേരളമാണ്. അത് നേടിയെടുക്കുന്നതിന് ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. എറണാകുളം ജില്ലയിലാണെങ്കിൽ ബ്രഹ്മപുരത്തിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. മാലിന്യങ്ങൾ കൊണ്ട് അവിടെ സംഭരിക്കുന്നതല്ലാതെ അതിൻ്റെതായ പ്രക്രിയകളൊന്നും തന്നെ നടക്കാതിരുന്നതിൻ്റെ കൂടി ഭാഗമായി വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ പല ഘട്ടങ്ങളിൽ നേരിട്ടിരുന്നു. ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായ സന്ദർഭത്തിൽ അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു, ഇത് നമുക്കൊരു അനുഭവമാണ്, ഒരു പാഠമാണ്, ഒപ്പം തന്നെ ഒരു അവസരം കൂടി തുറന്നു തരുന്നുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് എറണാകുളം ജില്ലയ്ക്കകത്ത് ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിച്ചത്. ഇന്നിപ്പോൾ ഒന്നിനൊന്ന് മെച്ചം എന്ന രൂപത്തിൽ എല്ലാ നഗരസഭകളും പഞ്ചായത്തും കോർപ്പറേഷനും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറെ കൂടി മെച്ചപ്പെട്ടുള്ളതായി മാറാൻ നമുക്ക് ലോകത്തിന് മുൻപിൽ എടുത്തു പറയാൻ കഴിയാവുന്ന ശുചിത്വ മാതൃകയാക്കി ജില്ലയെ മാറ്റിത്തെടുക്കാൻ കഴിയണം. ഹരിതകർമ്മസേന കൺസോർഷ്യങ്ങൾ വഴി യൂസർ ഫീയും മാലിന്യം കൈമാറിയുള്ള വരുമാനവുമെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. 37,734 ഹരിതകർമ്മ സേനാംഗങ്ങളിൽ 35,200 കുടുംബശ്രീയുടെ ഭാഗമാണ്. കുടുംബശ്രീയുടെ കണക്കനുസരിച്ച് യൂസർ ഫീസ് ഇനത്തിൽ 341 കോടിയും മാലിന്യം മൂല്യവത്താക്കിയതിന് ലഭിച്ച 7.9 കോടി രൂപയും ഉൾപ്പെടെ 349.9 കോടി രൂപയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ലഭിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. നഗരങ്ങളിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി വഴി 7.45 കോടി രൂപയുടെ ഉപകരണങ്ങൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വൃത്തി 2025 ദേശീയ കോൺക്ലേവ് ഏപ്രിൽ 9 വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഇൻഫർമേഷൻ കേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. എത്ര ഇംപ്രൂവ്മെന്റ്, ഞാൻ ചില നമ്പേഴ്സ് മാത്രം പറയാം. മാർച്ച് 2023 49% നമ്മുടെ വാതിൽപ്പടി ശേഖരണം. ഇപ്പോൾ അത് 98% ആയിട്ടുണ്ട്. മിനി MCF 1115 1115 1936 1936 എല്ലാം ഡബിളാണ്. 2 കൊല്ലത്തില് MCF 88 ഉണ്ടായിരുന്നത് 161 ആയിട്ടുണ്ട്. ചുമത്തിയ പിഴ അഗൈൻ എല്ലാം ഡബിളാണ്. 31 lakhs ആയിരുന്നത് ഇപ്പോൾ 63 lakhs ആയിട്ടുണ്ട്. ക്യാമറ നിരീക്ഷണം 508 സ്ഥലങ്ങളിലായിരുന്നു ഈ CCTV ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിരുന്നത് ജില്ലയിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2023 മാർച്ചിൽ ഈ റിവ്യൂകളെല്ലാം ചെയ്യുമ്പോൾ, ഈ അവലോകനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി. നിങ്ങളെല്ലാവരുടെ എഫേർട്സോട് കൂടി എത്ര ദൂരമാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്. ഉണ്ട് ഈ അച്ചീവ്മെന്റ്സ് എല്ലാം, ഈ നമ്പേഴ്സ് എല്ലാം കാണിക്കുന്നത് 2023 മുതൽ 25 വരെ ഈ 2 വർഷക്കാലത്ത് നമ്മളെല്ലാവരും ചെയ്ത ഒരു ടീം എഫേർട്ടുടെ ഒരു പ്രതിഫലമാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ആവട്ടെ, ന്യൂസ് ബ്യൂറോ, കൊച്ചി.